ശ്രീ ബിജു നമ്മുടെ ക്ലബിനും നമ്മുടെ പുല്ലൂർ വടക്കുംപറത്തിനും അല്ലെങ്കിൽ പുല്ലൂറ്റുകാർക്ക് തന്നെ എല്ലാവർക്കും അഭിമാനമായ ഒരു ദിവസമാണ്. കാരണം ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു ഉറുപ്പ് കിട്ടിയാലും അത് തിരിച്ചു കൊടുക്കാത്ത നമ്മുടെ ജനങ്ങളാണ്. പക്ഷെ നമ്മുടെ ബിജുവിന് 18,000 ഉറുപ്പ്യം, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കാർഡുകൾ, റേഷൻ കാർഡ്, ATM കാർഡ്, ആധാർ കാർഡ് എല്ലാം തന്നെ ഒരു വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് കിട്ടിയത്. പക്ഷെ ഇതൊന്നും തന്നെ കളയാണ്ട് ശ്രീ ബിജു അവർക്ക് വേണ്ടി അത് ഫേസ്ബുക്കിലിടുകയും യഥാർത്ഥ ആളെ കണ്ടെത്തി അവർക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അത് തന്നെ നമ്മുടെ തമിഴ് സംസ്കാര സമിതിക്ക് വലിയൊരു അഭിമാന ദിവസമാണ്. കാരണം നമ്മുടെ പ്രവർത്തകരാണ്. അപ്പം എല്ലാവിധ അഭിനന്ദനങ്ങളും ശ്രീ ബിജുവിനെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പൊന്നാട അണിയിക്കുകയാണ്. ഇത് ഞാൻ നമ്മുടെ കാസ്കോ ഇലക്ട്രിക്കൽ കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ കൃഷ്ണന്റെ അമ്പലത്തിന്റെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അത് വഴി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ഇപ്പോൾ പുതിയൊരു തട്ടുകട ഉണ്ട്. തട്ടുകടയുടെ മുന്നിലാണ് ഈ നടു റോട്ടിൽ ഈ ബാഗ് കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോയി. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ബാഗ് എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നോക്കിയപ്പോൾ ഇതിനകത്ത് പൈസ ഉണ്ട്, പിന്നെ ഒരു 15ഓളം ഡോക്യുമെൻ്റ് അതിനകത്തുണ്ട്. പല രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ഒരു 3-4 ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞോട്ടെ എല്ലാ രീതിയിലുള്ള ഐഡൻറ്റി കാർഡും അതിനകത്തുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഞാനപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിങ്ങോട്ട് പറഞ്ഞു, കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെ ബാഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അതിനകത്ത് വല്ല നമ്പർ ഉണ്ടെങ്കിൽ അവരറിയിക്കും, മാക്സിമം അറിയിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് എൻ്റെ അറിവ് പ്രകാരം ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വെള്ളാങ്കൽ പഞ്ചായത്ത് മെമ്പറുണ്ട് രതീഷ് എന്ന് പറഞ്ഞ CPM-ൻ്റെ മെമ്പറാണ്. അപ്പം ആളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഭവമുണ്ട് ചേട്ടാ കിട്ടിയിരുന്നത്. അപ്പം ചിലങ്കയിലാണ് ഒരു വീട്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അറക്കൽ ഇലക്ട്രിക്കലുണ്ട് കോണത്തുകുന്നിൽ, അവരെയും വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ച് നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം മെസ്സേജ് നമുക്ക് കരുവപ്പെടുന്ന ഓട്ടോറിക്ഷ ലാൻഡിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൈസ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എണ്ണി നോക്കിയപ്പോൾ അപ്പം ഞാൻ കണ്ടത് ഒരു 12,500 വീണ്. പക്ഷെ അവർ പറഞ്ഞു 12,000 വീണെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വൃദ്ധസ്ഥാനത്തിൽ വെച്ചിങ്ങാണ്ട് ഓരോ പരിപാടി നടക്കുന്നുണ്ടാവുന്നത്, മറ്റേ പനിച്ചേച്ചില് ബയോമെത്രയിൽ. അങ്ങനെ ഞാൻ ഈ ബാഗ് അവരോട് കൊടുത്തിങ്ങാണ്ട് അവരോട് പറഞ്ഞു ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും, അതിൻ്റെ എത്ര പൈസ ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഈ 18,000 രൂപ ഫണ്ട് കിട്ടിയത്. അങ്ങനെ അവിടെ നിന്നിട്ടാണ് ഇവരെല്ലാവരും കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്, ഈ നമ്പർ കോൺടാക്ട് ചെയ്ത് കണ്ട് വിളിച്ച് ഇവരെ കിട്ടിയത്. അപ്പോൾ വിളിക്കുന്ന നേരത്തെ ഓൾറെഡി നാളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇവർ ഇത്രയും രൂപയാണ് 18,000 രൂപയെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞാണ് ഈ പൈസ കിട്ടൂല നിങ്ങൾക്ക്, ബാഗ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഞാൻ ഇവരെ വിളിക്കുന്നത് ഈ പാർട്ടിനെ. അപ്പം പോലീസുകാരായിട്ട് സംസാരിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഹരിച്ചേച്ചിയും അനിതയും പിന്നെ CDS-ൻ്റെ മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെ മുൻവെച്ച് തുറക്കാതിരുന്നത്. ഇതാണ് സംഭവം.